ഹലോ, ഞാനിങ്ങനെ വേഷം കെട്ടിയിട്ട് എങ്ങോട്ടാന്നല്ല നിങ്ങൾ വിചാരിക്കും ഇവർക്ക് ഇന്നും ഓണം തീർന്നില്ലേന്ന്. സത്യമായിട്ടും ഓണം ഞാൻ പല സ്ഥലങ്ങളിലും പോയിട്ട് ഇങ്ങനെ ആഘോഷിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ പ്രാവശ്യത്തെ ഓണം ഒരുപാട് സ്ഥലങ്ങളിൽ വിവിധ രൂപത്തിൽ വിവിധ ഭാവത്തിൽ. അപ്പോൾ ഇപ്രാവശ്യത്തെ ഈ ഒരു ഓണത്തിന് ഞാൻ വേഷം കെട്ടി പോകുന്നത് വേറെ എവിടേക്കുമല്ല, ഞങ്ങളെ സ്വന്തം ഓഫീസിൻ്റെ ഓണം സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതൊരു കേരള സാരിയാണ്. ഞങ്ങൾ കസവ് കടയിൽ പോയിട്ട് ഞാനും രാജുകൊണ്ടും കൂടെ പോയിട്ട് വാങ്ങിച്ച കുറച്ചൊരു എക്സ്പെൻസീവ് ആയിരുന്നു ഇത്. നല്ല ഭംഗിയുണ്ടായിരുന്നു പക്ഷേ കാണാൻ. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പേജിൽ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചതാണ്. പേജ് നല്ല കേട്ടോ, അത് കണ്ടിട്ട് അത് നോക്കിയിട്ട് ഞാൻ പോയി അന്വേഷിച്ചപ്പോൾ കിട്ടിയതാണ്. അതൊരു ചെക്സാണ് ഞാൻ കണ്ടത്. ഒന്നും കൂടെ ഭംഗിയുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ രസമുണ്ട്. ഇത് കേരള സാരിയാണ്. ഇപ്പൊക്കെ എന്താണെന്നറിയില്ല, കേരള സാരിനോടൊരു വല്ലാത്ത ആഗ്രഹവുമായിട്ട് ഞാൻ പോയതാണ്. അങ്ങനെ ഞാനും രാജുവേട്ടനും അധ്യയനം കൂടിയാണ് പോണത് ഓണം സെലിബ്രേഷന്. പൊതുവെ അച്ഛനും അമ്മയൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു സുഖമില്ലായിരുന്നു, ന്യൂമോണിയ ഒക്കെ ആയിട്ട് ഹോസ്പിറ്റലൊക്കെ കുറച്ച് ദിവസം അഡ്മിറ്റായി. അപ്പോൾ റെസ്റ്റാണ്. അപ്പം അമ്മ യാത്ര ചെയ്യുന്നില്ല പറഞ്ഞിട്ട് അമ്മയും അച്ഛനും പ്രാവശ്യം വന്നിട്ടില്ല. ആദ്യം വന്നിട്ടില്ല. ആദ്യക്ക് എന്താ വെച്ചാൽ അന്ന് തന്നെ ആയിരുന്നു. ഇതിപ്പം എന്നത്തെ ദിവസമാണെന്നറിയോ, ഓണം നമുക്ക് സൺഡേ ആയിരുന്നില്ലേ ഇപ്രാവശ്യം. ഓണത്തിൻ്റെ സൺഡേ അല്ലല്ലോ ഓണം വന്നത്, മൺഡേ അല്ലേ? അയ്യോ കൺഫ്യൂഷൻ. സൺഡേ അല്ല, മൺഡേ സൺഡേ തന്നെ. സൺഡേ അല്ലേ ഓണം വന്നേ? സൺഡേ, സാറ്റർഡേ, ഫ്രൈഡേ ആയിരുന്നു ഞങ്ങൾക്ക് സ്കൂളിൽ കോളേജിൽ ഓഫീസിൽ ഓണം സെലിബ്രേഷൻ. അങ്ങനെ ഞാനും അപ്പോൾ അന്ന് തന്നെയാണ് കുട്ടികളെ സ്കൂളിലും ഓണം സെലിബ്രേഷൻ. അപ്പോൾ ആദ്യം കുറച്ച് വലുതായി എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. മാനസികമായിട്ടൊന്നും വലുതായി. അപ്പോൾ ഒന്ന് ഫ്രണ്ട്സിൻ്റെ കൂടെ ഓണം സെലിബ്രേറ്റ് ചെയ്യണം. അതുകൊണ്ട് വലിയ കുർത്തയൊക്കെ ഇട്ടിട്ട്, കാരണം കുർത്തയൊന്നും ഇടാറേയില്ല. കുട്ടി വെറും പാൻറ്റും ടീഷർട്ടും അല്ലെങ്കിൽ ഷർട്ട് മാത്രമേ ഇട്ടിരുന്നുള്ളൂ. കുർത്തയൊക്കെ ഇടാൻ എനിക്ക് ഇടിപ്പിക്കാൻ ഇഷ്ടമായിരുന്നു. ചെറിയ ആൾ അങ്ങനെയല്ല കേട്ടോ, അവൻ അത് എല്ലാ ഡ്രസ്സിങ്ങിൻ്റെ പോലെ കുറച്ച് ഇഷ്ടമാണ് ഇങ്ങനത്തെ വേഷം കെട്ടി നടക്കാനൊക്കെ. അങ്ങനെ അവൻ ആ സ്കൂളിലേക്കും പോയി. ഞാനും രാജുവേട്ടനും ആദ്യം കൂടെ ധ്യാനും കൂടെ ഓണം സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓഫീസിലേക്കല്ല കേട്ടോ, ഓഫീസിൽ ഓണം സെലിബ്രേഷൻ ഞങ്ങൾ ഇപ്രാവശ്യം ചെയ്യുന്നത് കോഴിക്കോട് എക്സ്ക്ലൂസീവ് ക്ലബ്ബിൽ വെച്ചിട്ടാണ്. അപ്പോൾ ഞങ്ങൾ വേഷം കെട്ടി പോവുകയാണ്. ഗേറ്റ് അടയ്ക്കാൻ ഞങ്ങൾ ധ്യാനോട് പറഞ്ഞു. ഇപ്പം കുട്ടികളൊക്കെ വലുതായതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും, ഞാനിങ്ങനെ ഇരിക്കുകയുള്ളൂ, ഓർഡർ കൊടുത്ത് അവർ ചെയ്തോളും. അപ്പോൾ ഇവനും രാജുവേട്ടനും ആദ്യം സെയിം ബ്ലാക്ക് കുർത്തയായിട്ട് അവൻ സ്കൂളിലേക്ക് നേരെ പോയി. ഇവർ മൂന്നുപേരും ഒരേപോലെയായിരുന്നു വന്നിരുന്നത്. അപ്പോൾ ഗേറ്റ് അടയ്ക്കാൻ പോയതാണ്. അപ്പോൾ നമുക്ക് അസിസ്റ്റന്റുമാർ ഒരു പ്രായം വരെ കുട്ടികളൊക്കെ ഇങ്ങനെ നമ്മളെ കൂടെ ഉണ്ടാവുമല്ലോ, ആൺകുട്ടികളൊക്കെ ഇങ്ങനെ ഭയങ്കര ഇതായിട്ട് നിൽക്കുമല്ലോ, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ. ഇനി ഒരു കുറച്ചും കൂടെ കഴിഞ്ഞാലാണ് അവർക്ക് നമ്മളെ കൂടെ വരിക എന്നൊക്കെ പറയുമ്പം അങ്ങനെയല്ല, ഫ്രണ്ട്സ് ആയിരിക്കും കുറച്ചും കൂടി ഇമ്പോർട്ടൻറ്റ് അല്ലേ. അതും അങ്ങനെ നമുക്ക് വേറൊരു ദിവസം ഞാൻ ആ ഒരു കഥയായിട്ട് വരുന്നതായിരിക്കും. ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെയും പിന്നെ അച്ഛനും അമ്മേൻ്റെയും കൂടെ നടക്കുന്നതിൻ്റെ ഒരു കാലഘട്ടമല്ലേ അത്. നമുക്ക് പണ്ടത്തെ കാലവും ഇപ്പോഴത്തെ കാലവും തമ്മിൽ വെറുതെ ഒരു കമ്പാരിസൺ നടത്താം. അങ്ങനെ ഞാൻ പോയി പോണ വഴിക്കൊരു വീട് കണ്ടു കൂട്ടരെ. പന്തിരങ്കാവ് മിസ് ചെയ്തിട്ട് എനിക്ക് പഴയ വീട് ഓടിട്ട് ഉമ്മറൊക്കെ ആയിട്ട്, അങ്ങനെ മീൻസ് ഇങ്ങനെയൊക്കെ പറയണ്ടത് 4 ഇതുള്ള വാതിലൊക്കെ ഉണ്ടാവുന്ന പണ്ടത്തെ ഒരു വീടുകൾ ഉണ്ടാവില്ലേ, എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ല. ആ വീട് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്തൊരു ദുഃഖം, നെഞ്ഞത്തൊരു കനം. പന്തിരങ്കാവ് വീട്, ആ വീടൊക്കെ പൊളിച്ച് പുതിയ വീടൊക്കെ ഉണ്ടാക്കാൻ പോവാം. അങ്ങനെ ഞങ്ങൾ പറന്നു പോയി എവിടെ എത്തി, എക്സ്ക്ലൂസീവ് ക്ലബ്ബിലെത്തി. അച്ഛനും മോനും ഒരേപോലെ നടക്കുകയാണ്. രാജുവേട്ടൻ ഡിറ്റോ ആണ്. ആദ്യനെ കാണാൻ ഡിറ്റോ ആണെങ്കിലും സ്വഭാവം ഇവനൊരു ഇങ്ങനെ ഒരു മയമാണ്. രാജുവേട്ടനൊരു മയമുള്ള സ്വഭാവമാണ്. എടുത്തുചാട്ടക്കാരനല്ല രാജുവേട്ടൻ. അതേപോലെ തന്നെ ധ്യാനം ഒരു പതുങ്ങിയൊരു സ്വഭാവമാണ്. ആദ്യം അതിനും വേണ്ടിയിട്ട് അവന് പറയാനുള്ള കാര്യം അവന് മനസ്സിലേക്ക് അറിയില്ല. പറയാനുള്ള കാര്യം ഇനിയിപ്പോൾ അപ്പുറത്തുള്ള ആൾക്കാർക്ക് എന്തൊക്കെ തോന്നിയാലും വേണ്ടില്ല, അവൻ്റെ കാര്യങ്ങൾ പറയും. ഇഷ്ടമല്ലെങ്കിലും ഇഷ്ടമാണെങ്കിലും ഒക്കെ ഇങ്ങനെ വെട്ടി തുറന്ന് പറയുന്ന ഒരു ക്യാരക്ടറാണ്. അത് എല്ലാവർക്കും പിടിക്കണം എന്നില്ല ആ ഒരു ക്യാരക്ടർ. ഇവൻ അങ്ങനെയല്ല. ഇവൻ കുറച്ച് ആളെ കയ്യിലെടുക്കാൻ അറിയുന്ന ഒരുത്തനാണ് ഇവൻ. അതായത് പറയേണ്ട ചില കാര്യങ്ങൾ പറയാൻ പാടില്ല, അങ്ങനെ മറ്റേ ആൾക്ക് അങ്ങനെയൊന്നും അറിയില്ല. അവനതങ്ങോട്ട് പറയും. പക്ഷേ കാണാൻ രാജുവേട്ടൻ്റെ അതേ കോലം അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴത്തേക്കും അവിടെ ഒരുപാട് ഓണം സെലിബ്രേഷൻസ് നടക്കുന്നുണ്ട്. പല ടീമും ഏതൊക്കെയോ ടീമുകളെ ഞാൻ കണ്ടു. 1-2 ടീമുണ്ട്. അപ്പം ഞങ്ങൾ ഈ സൈഡിൽ, അപ്പം ഞങ്ങളെ സ്റ്റാഫുകളാണ് ഇതൊക്കെ. കുറച്ച് ലേഡീസ് സ്റ്റാഫും പിന്നെ കുറച്ച് ജെൻസ്, പിന്നെ സെയിൽസിലൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞങ്ങൾ ഓഫീസിലെ സ്റ്റാഫുകളും പിന്നെ കുറച്ച് കമ്പനി സ്റ്റാഫിനെയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു രാജുവേട്ടൻ. അപ്പം അങ്ങനെ ഞങ്ങൾക്കിപ്പം അതന്നെ. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുകയാണ്. പിന്നെ പൂക്കളം ഒക്കെ ഇട്ടു. ഞാനും അതിലൊക്കെ കൂടി, ഞാൻ എപ്പോഴെങ്കിലുമൊക്കെയാണ് ഓഫീസിൽ പോകാറുള്ളൂ. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് എനിക്ക് ഭയങ്കര ക്ലോസ് അല്ല. പിന്നെ നമുക്ക് ഉണ്ടാവില്ല, അവർക്ക് എൻ്റെ അടുത്തും വല്ലാണ്ട് ക്ലോസ് ഈശ്വര. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ എനിക്ക് ഒരുപാട് ഇങ്ങനെ ഇപ്പം നമ്മൾ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ പറയുന്ന മാതിരത്തെ കളികളും അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ നിൽക്കാൻ പറ്റില്ലല്ലോ.
കുറച്ചൊക്കെ ഇങ്ങനെ വെയിറ്റ് ഇട്ട് നിൽക്കേണ്ട രീതിയിൽ നിൽക്കേണ്ട, എന്ത് ചെയ്യാൻ പറ്റും. ഞാനാണ് അങ്ങനെയൊന്നും അഭിനയിക്കാനും അറിയില്ല. കാരണം ഈ നമുക്കിങ്ങനെ ഓപ്പണായിട്ട് ഇങ്ങനെ ഉണ്ടാവില്ലേ, എന്താ ഞാൻ പറയാക്കി അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നെ ഇങ്ങനെ പിടിച്ച് വെച്ച് നിന്നു. ഇങ്ങനെ വളരെ എന്തോ ഭയങ്കര ഡീസൻ്റ് ആയവളാണ് എന്നുള്ള ഭാവത്തിൽ, രാജുവേട്ടൻ്റെ വൈഫല്ല എന്ത് ചെയ്യാൻ പറ്റും, ആ രീതിയിൽ ഞാനിങ്ങനെ എന്നെ കടിച്ചമർത്തി പിടിച്ച് വെച്ചു. അങ്ങനെ അപ്പോൾ അവിടെ എല്ലാവരും ഇങ്ങനെ ഭയങ്കര നല്ല രീതിയിലൊക്കെ ഇങ്ങനെ പൂവൊക്കെ ഇതാക്കി വെച്ചിട്ടുണ്ട്. പൂവിടാൻ തുടങ്ങിയിട്ടില്ല. ഞാനും അവരുടെ കൂടെ പൂവൊക്കെ ഇട്ടു കേട്ടോ. എല്ലാ കൊല്ലവും ഞാനും അവരുടെ കൂടെ പൂവൊക്കെ ഇടാനൊക്കെ കൂടാറുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ പൂവൊക്കെ ഇട്ടു. കണ്ട സുന്ദരികളായി ഞങ്ങളെ സ്റ്റാഫുകളെ കണ്ടോളൂ. പിന്നെ കുറേ ആൺകുട്ടികളും എന്താ പറയുക, കുറേ ആൾക്കാരുണ്ട്. പേരുകൾ പരിചയപ്പെടുത്തി തരാൻ എനിക്ക് അത്ര അങ്ങോട്ട് അപ്പം നാണക്കേടാണ്. ഞാൻ പറയും രാജുവേട്ടൻ, എനിക്ക് സ്റ്റാഫ് എത്ര ഉണ്ടെന്നുണ്ടെന്നെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് രാജുവേട്ടനെ ചീത്ത അറിയാറുണ്ട്. പക്ഷെ ഞാൻ എന്താ ചെയ്യാൻ, അങ്ങനെ ഓഫീസിലേക്ക് പോകാത്തതുകൊണ്ടാട്ടോ അങ്ങനെ അങ്ങോട്ട് പോകാറില്ല. എനിക്കൊരു സീറ്റ് ഉണ്ട് അവിടെ, പക്ഷെ ഞാൻ പോകാറില്ല. വല്ലപ്പോഴും ഒന്ന് പോയിട്ട് ചിരിച്ചു പോരലാണ്. ഞാൻ അവരെ കൂടെ നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. കുറേ ഫോട്ടോഗ്രാഫേഴ്സ് എന്ന് വെച്ചാൽ അവരെ സ്റ്റാഫിൻ്റെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അതിൻ്റെ പൂളിൻ്റെ സൈഡിലാണ്, സ്വിമ്മിങ് പൂളിൻ്റെ സൈഡിലാണ് നമ്മൾ ഓണത്തിന് പൂവൊക്കെ ഇട്ടത്. അത് കഴിഞ്ഞിട്ട് അവിടെ എല്ലാവരും ഇങ്ങനെ വന്ന് കുറേ ആരൊക്കെയോ വന്നു. നമുക്ക് അത്ര പരിചയം, മീൻസ് ഞാൻ വീണ്ടും പറയണത് എന്താ വെച്ചാൽ നമുക്കിങ്ങനെ കുറേ സംസാരിക്കാൻ എനിക്ക് പറ്റില്ല, കുറേ സംസാരിച്ചിരിക്കാനും വയ്യ. എന്താ ഇപ്പം വയ്യാന്നല്ല, എന്താ ടോപ്പിക്കില്ല എനിക്ക്. അപ്പോൾ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെയും അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി നമുക്ക് ഇഷ്ടമാതിരി ടോപ്പിക് ഉണ്ട്. ഇപ്പം എന്ത് വിചാരിച്ചാലും എന്താണെന്നുള്ളത്. ഇവിടെ ആകുമ്പോൾ ഞാനിങ്ങനെ ഒരു നമ്മൾ എന്താ പറയുക, നമുക്ക് ഫോർച്യൂൺ ഗ്രൂപ്പ് എന്നാണ് നമ്മളൊരു ഇതിൻ്റെ, ഫോർച്യൂൺ മാർക്കറ്റിംഗ്, ഫോർച്യൂൺ ഏജൻസി, ഗുഡ് വിൽ ഏജൻസീസ്, അങ്ങനെ 3, പിന്നെ മാർവൽ ഏജൻസീസ്, അങ്ങനെ 4 ഇതും കൂടെ കൂടിയിട്ടാണ് ഞങ്ങൾ ഫോർച്യൂൺ ഗ്രൂപ്പ് പറഞ്ഞിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ കുറേ പ്രോഡക്റ്റ് നമ്മൾ ഡിസ്ട്രിബ്യൂഷനും കുറേ ബ്രാൻഡ് ഡിസ്ട്രിബ്യൂഷനും സൂപ്പർ സ്റ്റോക്കിസ്റ്റും ഒക്കെയാണ്. അപ്പോൾ അതിലൊരു ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമിൻ്റെ MD ആണ് ഞാൻ. പക്ഷെ ഞാൻ പോവാറില്ല അങ്ങോട്ടേക്ക്, ആണെന്ന് മാത്രം. അപ്പോൾ അതുകൊണ്ട് ആ ഒരു രീതിയിൽ അതാണ് ഞാൻ കേട്ടോ ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു രീതിയിൽ ഇങ്ങനെ കുറച്ച് വെയിറ്റ് ഇട്ടിട്ടെല്ലാം ഒന്ന് മസിൽ പിടിച്ച് നിൽക്കേണ്ട ബുദ്ധിമുട്ട് ഞാൻ ഈ ഓഫീസിൽ വരുമ്പോൾ എനിക്ക് അങ്ങനെ അങ്ങോട്ട് ചറവറ വർത്തമാനം പറയാൻ പറ്റാറില്ല. അപ്പം അങ്ങനെ, അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ചിങ്ങനെ ചിരിച്ച് നിന്നു. പിന്നെ എനിക്ക് വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ മടി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്കൊരു മടി പോലെ തോന്നുക, നമ്മളെന്താ പറയുക. അപ്പം ഞാൻ കുറേ ധ്യാനം കൊണ്ട് മാക്സിമം ഇടിയിപ്പിച്ചു. മോനൊന്നും കൂടിയൊക്കെ പോയിട്ട് മാക്സിമം ഇട്ടോ, ഞാൻ അമ്മ എങ്ങനെയെങ്കിലും എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് കെറ്റിക്കോളാന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളെ ഫോട്ടോ സെഷൻ ഞാനും രാജുവിനെ ഏതായാലും നല്ല ഭംഗിയിൽ വേഷം കെട്ടിച്ച് പോയതല്ലേ, ഞങ്ങൾ തലങ്ങും വിലങ്ങും നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. എന്നാലും എനിക്ക് ഒറ്റയ്ക്കൊക്കെ ഈ സാരിയൊക്കെ എടുത്തിട്ട് ഇങ്ങനെ ഭംഗിയിൽ വീഡിയോ എടുക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിലും എനിക്ക് നാണമായി, അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട്. എക്സ്ക്ലൂസീവ് ക്ലബ്ബ് നല്ല രസമാണ് കേട്ടോ കാണാനും. കുറേ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളും വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ കുറേ നല്ല സുന്ദരി സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ആദ്യം ഏകദേശം ബോറടിച്ചിട്ടുണ്ട്. പിന്നെ ഇവനെന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇവൻ്റെ ഒരു ക്യാരക്ടർ എന്താ വെച്ചാൽ അവരെങ്ങനെ വിഷമിപ്പിക്കും എന്നുള്ള രീതിയിൽ കുറേ അഡ്ജസ്റ്റ് ചെയ്യും. ഇവന് ഏട്ടൻ എന്താണോ ചെയ്യുന്നത് അത് ചെയ്യാനാണ് പൊതുവേ ആൾക്ക് താല്പര്യം. അതായത് ഞാനും ഇങ്ങനെ പറയും, ഇപ്പൊക്കെ എങ്ങനെയാണ് ശ്രീരാമനും ലക്ഷ്മണനായിട്ടാണ് നടക്കുന്നത്. ഏട്ടൻ നല്ല ചീത്തയൊക്കെ പറയും, പക്ഷേ ഇയാളിങ്ങനെ ക്ഷമയുടെ പര്യായമായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ധ്യാനം. എന്നാ അവൻ പൊട്ടിത്തെറിക്കാന്ന് എനിക്ക് അറിഞ്ഞൂടാ. കാരണം ക്ഷമിച്ച് മടുത്തിക്കണം. മറ്റേ ആൾ അങ്ങനെയല്ലേ, പെട്ടെന്ന് മുറി രണ്ട് എന്തും പറയും, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അപ്പം ഇവർ മാത്രമേ ഉള്ളൂ. എന്നോട് പറയും ഏട്ടനെ മനസ്സിലാക്കണം, ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കും, ഇടയ്ക്ക് അപ്പുറം കൂട്ടിക്കൊണ്ടിട്ട് ഏട്ടന് ഭയങ്കര സ്നേഹമുള്ളതുകൊണ്ടാട്ടോ ഇങ്ങനെയൊക്കെ പറയണത്, ചീത്തയൊക്കെ പറയുന്നതെന്ന്. അപ്പം പറയുമോ എനിക്ക് മനസ്സിലായി അമ്മയെന്നൊക്കെ പറയാറുണ്ട്. അപ്പം ഇവന് കൂടെ ഏട്ടൻ്റെ കൂടെ സ്കൂളിൽ പോകാനായിരുന്നു സത്യം പറഞ്ഞ ഇഷ്ടം. പക്ഷേ രാജുവേട്ടനോട് അറിയാതെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ്റെ കൂടെ ഓഫീസിലേക്കും വരാം, ഓഫീസ് സെലിബ്രേഷൻ. അപ്പം ഇനി അച്ഛനെ എങ്ങനെ വിഷമിപ്പിക്കും എന്നുള്ള രീതിയിൽ അവൻ അങ്ങനെയൊക്കെയോ ഞങ്ങളുടെ കൂടെ വന്ന് മൂപ്പര് പെട്ടുപോയ സ്ഥിതിയായി. കാരണം കുട്ടികളാരുമില്ല, ഇവൻ ഒറ്റപ്പെട്ടു. ഇവൻ കുറേ എൻ്റെ കൂടെ പൂടാനൊക്കെ കൂടിയെങ്കിലും ഇങ്ങനെ നടക്കായിരുന്നു. പാവം തോന്നി, അലസനായി കൂടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ തിരി എന്താ പറയുക, ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ഏതോ വഴിക്കും അങ്ങനെയൊക്കെയാണ്. അപ്പം അങ്ങനെ എൻ്റെ പിന്നിൽ കണ്ടപ്പോൾ ഈ സങ്കടം, എൻ്റെ മുടി നല്ലോണം പോകുന്നുണ്ട് കൂട്ടരെ, നല്ലോണം പോകുന്നുണ്ട്. എന്താ ചെയ്യുക, ഒന്നിങ്ങനെ മുടി അഴിച്ചിട്ട്. പിന്നെ ഈ മുല്ലപ്പൂ കണ്ടില്ലേ, അന്ന് വൈകുന്നേരം ഞാൻ കഷ്ടപ്പെട്ടു ആ മുല്ലപ്പൂവിനൊന്നും ഇങ്ങോട്ട് എടുക്കാൻ. മുടീൻ്റെ മുകളിൽ ചുറ്റിക്കെട്ടിയിട്ട് സങ്കടമായിപ്പോയി. അങ്ങനത്തെ കുറേ കഥകളൊക്കെ. അപ്പോൾ ഇതാണ് എക്സ്ക്ലൂസീവ് ക്ലബിൻ്റെ കുറച്ച് ഭാഗം കേട്ടോ, വളരെ കുറച്ച് ഭാഗം. എൻ്റെ അപ്പുറത്തേക്കൊക്കെ കുറച്ച് സ്ഥലമുണ്ട് തോന്നുന്നു. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഓണാഘോഷം. അങ്ങനെ ഞാൻ ധ്യാൻ്റെ കയ്യിൽ കൊടുത്തിട്ട് ഇങ്ങനെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കണ്ടു വെറുതെങ്കിലും. പിന്നെ പൂവൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അവരെല്ലാവരും കൂടെ പൂവൊക്കെ അരിഞ്ഞ് വെച്ചു. ഞാനും അവരുടെ 1-2 സ്റ്റാഫ് എല്ലാവരും ഉണ്ട്, എല്ലാവരും കൂടി പൂക്കളൊക്കെ ഇട്ടു. അങ്ങനെ പൂവിൻ്റെ കളങ്ങളൊക്കെ ഇവരാണ് സ്ഥിരമായിട്ട് വരയ്ക്കാറ് കേട്ടോ. അപ്പം ഞാനും കൂടി കുറേ ഞാൻ നിന്നു. എനിക്ക് ചൂടെടുത്തിട്ട് എൻ്റെ കൂട്ടരെയൊന്നും പറയേണ്ട, മുടിയൊക്കെ കഴിച്ചിട്ടിട്ട് ഇൻഡോർ അല്ലല്ലോ,
പുറത്തുനിന്നല്ലേ, ഫാനൊന്നും ഇല്ലല്ലോ, എനിക്ക് ചൂടെടുത്തിട്ട് എൻ്റെ അച്ഛാ മതിയായി. പക്ഷേ അതൊക്കെ ഞാൻ മറച്ചു വെച്ച് എങ്ങനെയൊക്കെയോ അവിടെ ഇരുന്ന് പൂവൊക്കെ ഇട്ടു. എല്ലാത്തിനും കൂടണ്ടേ, മോശമല്ലേ, ഞാനിങ്ങനെ വലിയ സ്റ്റൈലാക്കി ഇരിക്കാനൊന്നും വയ്യല്ലോ. അപ്പോൾ ഞാനങ്ങനെ പൂവൊക്കെ ഇട്ട് ഇങ്ങനെ ഇരുന്നു. തലങ്ങും വിലങ്ങും ഞാൻ ധ്യാനം ഏൽപ്പിച്ചു വീഡിയോ എടുക്കാൻ. അത് കഴിഞ്ഞിട്ട് എനിക്കെന്താ ഒരു ഇതെന്നറിയോ, ഞങ്ങൾ ഫോർച്യൂൺ രാജുവേട്ടൻ ആദ്യം എന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് MRF ടയറിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അത് കഴിഞ്ഞ് HDFC ബാങ്കിലേക്ക് മാറി. അങ്ങനെയാണല്ലോ, അങ്ങനെ മാറിക്കൊണ്ടിരിക്കുമല്ലോ, അങ്ങനെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിലൊക്കെ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ പുതിയ അത് കഴിഞ്ഞിട്ട് ഐഡിയയിലേക്ക് HDFC ബാങ്ക് രാജുവിന് ഭയങ്കര തലവേദനയായിരുന്നു. തിരൂരായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. രാജുവിന് പണ്ടേ ബിസിനസ് ചെയ്യാനായിരുന്നു, MBA കഴിഞ്ഞാണ്, ബിസിനസ്സായിരുന്നു പണ്ടേ പറയുക. നമ്മൾ സ്നേഹിച്ചിരിക്കുന്ന കാലത്തൊക്കെ ഈ ബിസിനസ്സിനെ പറ്റിയിട്ടൊക്കെ പറയാറുണ്ട്, ബിസിനസ് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമെന്നൊക്കെ. പക്ഷേ ജോലിയിലായിരുന്നു ആദ്യം ഒക്കെ പോയത്. അതായത് നമുക്കൊരു എവിടെയെങ്കിലും ഒരു സ്റ്റാർട്ടിങ് കിട്ടണമല്ലോ. അത് കഴിഞ്ഞിട്ട് രാജുവേട്ടൻ ഐഡിയയിൽ വർക്ക് ചെയ്തു കുറച്ചു കാലം. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഒരു ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പ്ലേ ബോയ് പറഞ്ഞിട്ടുള്ള ബ്രാൻഡില്ലേ, നമ്മുടെ ഇന്നർവെയറിൻ്റെ പ്ലേ ബോയ് പറഞ്ഞ ബ്രാൻഡിൽ ആദ്യമായിട്ട് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യാണ് ബിസിനസ്. അന്ന് ഞങ്ങൾക്ക് വെറും 4 സ്റ്റാഫ്, ഞാനും രാജുവേട്ടനും അടക്കം 4 സ്റ്റാഫേ ഉണ്ടായിരുന്നുള്ളൂ. രാജുവേട്ടൻ, ഞാൻ, പിന്നെ 2 പേരുണ്ട്, ഒരു മൻസൂറും ഷർഷാദും പറഞ്ഞിട്ട് 2 പേരുണ്ടായിരുന്നു. അവർ സെയിൽസിലേക്കും ഞാൻ ബില്ലിങ്ങിലും, രാജുവേട്ടൻ ഓൾ ഇൻ ഓൾ ആയിട്ട് കാര്യങ്ങൾ, ബാങ്കിൽ പോവുക കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞങ്ങൾ 4 പേര്. അച്ഛന് ഞങ്ങൾക്കൊരു ബിൽഡിംഗ് ഉണ്ട് ഇവിടെ, ലക്ഷ്മി ടവർ പറഞ്ഞിട്ട്, സൂര്യകാന്തി ഉണ്ടല്ലോ, ചാലപ്പുറം സൂര്യകാന്തി കല്യാണ മണ്ഡപം കണ്ടിട്ടുണ്ടോ, തളിയമ്പലത്തിൻ്റെ അടുത്ത്, അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൻ്റെ ഇപ്പുറത്ത് ലക്ഷ്മി ടവർ പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അതിൻ്റെ മേലെ ഞങ്ങൾ ഒരു റൂം നമ്മൾ റെൻറ്റിനെടുത്തു, അച്ഛൻ്റെ കയ്യിൽ നിന്ന് റെൻറ്റിനെടുത്തു. എന്നാൽ എല്ലാത്തിനും ഒരു ഇത് വേണമല്ലോ വിചാരിച്ചിട്ട് നമ്മൾ റെൻറ്റ് പോലെ തന്നെ അച്ഛൻ്റെ അടുത്ത് നിന്ന് എടുത്തിട്ട് ആ റൂമിലാണ് ഞങ്ങൾ ആദ്യമായിട്ട്, ആ റൂമിൽ കാണുന്ന ആ ഒരു ചെറിയ റൂമിൽ നമ്മൾ ചെറിയ ഷെൽഫൊക്കെ വെച്ചിട്ട് പ്ലേ ബോയ് പറഞ്ഞ ബ്രാൻഡ്, അതൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ് സത്യം പറഞ്ഞാൽ. ഇവിടെ അതിന് അങ്ങനെ ഒരു നമ്മൾ എവിടെയെങ്കിലോ കാണാറുണ്ട് പ്ലേ ബോയ്. നിങ്ങൾക്ക് ഈ ഇന്നർവെയറിൻ്റെ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ജെൻസിൻ്റെ ഇതിൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ മാത്രം തുടങ്ങിയ ഒരു ഒരു ഇതായിരുന്നു ഫോർച്യൂൺ എന്ന് പറഞ്ഞിട്ട്, ഫോർച്യൂൺ ഏജൻസീസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ജോക്കി ഡിസ്ട്രിബ്യൂഷൻ മെല്ലെ നമുക്ക് കയറുമല്ലോ, അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ. എന്തായാലും അങ്ങനെ തുടങ്ങി ആ 4 സ്റ്റാഫ് എന്നുള്ളതിൽ ഇപ്പോൾ ഞങ്ങൾക്ക് അത്യാവശ്യം മോശമില്ലാത്ത സ്റ്റാഫുകളൊക്കെ ദൈവം സഹായിച്ചിട്ടായിട്ടോ. കുറച്ച് ഇതായി, നമ്മൾ ബ്രാൻഡുകളൊക്കെ കുറച്ച് കൂടുതൽ ചെയ്യാൻ തുടങ്ങി. ഒരുപാട് ബ്രാൻഡുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷനും ഞാൻ പറഞ്ഞു ഇതിൻ്റെ മുന്നേ സൂപ്പർ സ്റ്റോക്കിസ്റ്റായിട്ട് ഓൾ കേരളയും നോർത്തും അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ആ 4-ൽ നിന്നും നമ്മൾ ഇങ്ങനെ നമുക്ക് കാണുമ്പോൾ, അതായത് ഞാനിപ്പം ഇതിൻ്റെ മേലെ, ആ പൂളിൻ്റെ മേലെ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഭയങ്കര അഭിമാനം തോന്നി. എനിക്ക് തോന്നി, കാരണം രാജുവേട്ടൻ്റെ എഫേർട്ട് അത്രയും ഇൻട്രസ്റ്റ് ആയിരുന്നു, അതായത് ഒരു ക്രേസ് ആയിരുന്നു, അത് ചെയ്യണം, ബിസിനസ് ചെയ്യണം എന്നുള്ള, അങ്ങനെ ഉണ്ടാവില്ലേ. അപ്പോൾ അത് നമുക്കിങ്ങനെ പുറമേ നിന്ന് കാണുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷം. നമ്മളെ ഓഫീസിൽ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല, ഇത്ര ആൾക്കാരെയും ഉൾക്കൊള്ളിക്കാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ടാണല്ലോ നമ്മൾ പുറത്തേക്കൊക്കെ ഇങ്ങനത്തെ ക്ലബിലും ഹോട്ടലിലൊക്കെ വെച്ച് ചെയ്യുമ്പോൾ നമുക്കതൊരു ഭയങ്കര പ്രൗഡായിരുന്നു ഇങ്ങനെ കാണുമ്പം. ഞാൻ അങ്ങനെ ബില്ലിങ്ങിലൊക്കെ പോയെങ്കിലും പിന്നെ ഞാൻ സെക്കൻഡ് പ്രഗ്നൻസി, ധ്യാന പ്രഗ്നൻ്റ് ആയ സമയത്താണ് ഞാനും രാജുവേട്ടനും രാവിലെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ രാത്രിയാവും. നമ്മളെ സ്വന്തമാകുമ്പം നമുക്ക് എത്ര നേരം വേണമെങ്കിൽ ഇരിക്കാനും ഒന്നും ഒരു ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളോ ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വർത്താനം പറയാൻ തന്നെ ചെക്ക്, മറ്റേത് കമ്പനി, ബിസിനസ്, ഇത് മാത്രം, നമുക്ക് നമ്മളേതായിട്ടുള്ള ഒന്നും സംസാരിക്കാനില്ല. പിന്നെ ആദ്യം എനിക്ക് ശ്രദ്ധിക്കാനേ പറ്റുന്നില്ല, കാരണം ഞാൻ പ്രഗ്നൻറ്റും ആയിരുന്നു, ഇങ്ങനെ ക്ഷീണിച്ച് വരും ചെയ്യും. ഇപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്കും ഇവനെ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ രാജുവേട്ടൻ പറഞ്ഞൊരു കാര്യം ചെയ്യാം, വേണ്ട നീ ഇനി വരണം എന്നില്ല. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ കാര്യം ഇങ്ങനത്തെ ആദ്യക്ക് എവിടെയോ ഒരു അകൽച്ച ഉള്ള മാതിരി എനിക്കൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങിയേ, ഒക്കെ ഒരു തോന്നലുകൾ. എന്തായാലും പിന്നെ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് ക്ഷീണമൊക്കെ ആയിട്ട് ഞാൻ അങ്ങനെ പോവാതായതാണ്. അങ്ങനെ പിന്നെ ഞാൻ പോയിട്ടേ ഇല്ല സത്യം പറഞ്ഞാൽ. എന്തെങ്കിലുമൊക്കെ എടുക്കാനും പിടിക്കാനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ക്ലൻസ്റ്റ, എന്താ പറയുക, മാമാർത്ത്, റെവലോൺ, ലോറിയൽ, മെബിലൈൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ലോറിയൽ ഇപ്പം ചെയ്യുന്നില്ല. അപ്പം ഞാൻ അതൊക്കെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പോകൽ മാത്രമായി. പിന്നെ ഇപ്പോൾ കുട്ടികളൊക്കെ വലുതായപ്പോൾ രാജുവേട്ടൻ വീണ്ടും എനിക്ക് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ വന്ന് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം ചെയ്തെന്നാണെങ്കിലും ഞാൻ പോകാറില്ല സത്യം പറഞ്ഞാൽ. കാരണം ഡാൻസായിട്ട് ഞാൻ കുറച്ച് ബിസി ആയിപ്പോയി. അങ്ങനെ ചിലപ്പോൾ ഇനിയെങ്കിലും എനിക്ക് പോകണം സ്ഥിരമായിട്ട്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഇതിൻ്റെ കൂടെ ഇങ്ങനെ റീലും ഇതിൻ്റെ കൂടെ ഡാൻസും അങ്ങനെ ആയിട്ട് പോകണം, യൂട്യൂബും. അപ്പോൾ എനിക്ക് എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടാറുമില്ല. അപ്പോൾ ഓഫീസ് പോയതുകൊണ്ടല്ല കേട്ടോ, പോകുന്നില്ല, അല്ലാതെ തന്നെ ഞാൻ പറയുക. അപ്പോൾ അതാണ് ഞാൻ കുറേ ലേറ്റായി പോകുന്നത് ഇങ്ങനെ വീഡിയോസൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിങ്ങനെ പറയുകയാണ്, ഞങ്ങളുടെ സ്ഥാപനം രാജുവേട്ടൻ്റെ അത്രയും എഫേർട്ടും അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാഫുകളുടെ എണ്ണം വർദ്ധിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ കാണുമ്പം. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഓഫീസിലെ ഓണം, ഇങ്ങനെയൊക്കെയായിരുന്നു കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോൾ ധ്യാനം ഞാൻ പറഞ്ഞില്ലേ മടുത്തിക്കണം. ധ്യാനം ഇങ്ങനെ അവിടെയും ഇവിടെയും പോയി ഇരിക്കാനും കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനൊക്കെ തുടങ്ങിയെങ്കിൽ കൂടി നമ്മൾ ഊണ് കഴിഞ്ഞപ്പം
ആക്റ്റീവായി എല്ലാവരും. ഗെയിംസും ഭയങ്കര രസമായി എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഊണൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ഹാളിൽ നല്ല അടിപൊളി സദ്യയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇവൻ പാവം ഒറ്റയ്ക്കാണെങ്കിലും അവനേതായ രീതിയിൽ അവൻ എങ്ങനെയൊക്കെയോ എൻജോയ് എന്താ പറയുക കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. കൂടെയൊക്കെ നടന്ന് എന്തൊക്കെയോ നോക്കി എൻ്റെ അടുത്ത് വന്ന് അത് അങ്ങനെ എന്താ അമ്മ ഇതിങ്ങനെ എന്താ നമുക്ക് ഒരുപാട് ചോദ്യങ്ങളും ഡൗട്ടുകളൊക്കെ ചോദിച്ച് അങ്ങനെ നിൽക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെറിയൊരു ഒഫീഷ്യലായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരു പ്രസംഗവും കാര്യങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഈ ഓണത്തിനെ പറ്റിയിട്ടും നമ്മളെ സ്റ്റാഫിനെ കുറിച്ചിട്ടും പൊതുവെ ഇങ്ങനെ നമുക്കുണ്ടാകുന്ന സെയിൽസ് അങ്ങനത്തെ കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് രീതിയിൽ നമുക്കൊരു ജനറൽ മാനേജറുണ്ട് രാമചന്ദ്രൻ പറഞ്ഞിട്ട്, അവരിങ്ങനെ കുറച്ച് സംസാരിച്ചു. പിന്നെ കുറേ നമ്മളെ സ്റ്റാഫും കമ്പനി സ്റ്റാഫും എല്ലാവരും കൂടി കേട്ടോ അത് അങ്ങനെ സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ രാജുവേട്ടൻ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. പിന്നെ അവിടെ നമ്മളെ കുറച്ച് പ്രായമുള്ളൊരു സ്റ്റാഫുണ്ട്. അപ്പം അവർക്ക് നമ്മൾ എല്ലാ കൊല്ലും ഒരു മുണ്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം രാജുവേട്ടൻ ധ്യാൻ്റെ കൈ കൊണ്ട് ആ മുണ്ടൊക്കെ കൊടുപ്പിച്ചു. ഭയങ്കര സന്തോഷമായി. അവനും അതൊരു സന്തോഷമായി ഉണ്ടാവും. അവൻ്റെ ഫസ്റ്റ് സംഭവമാണ് അങ്ങനെയൊക്കെ ചെയ്യാന്ന് പറയുന്നത്. അങ്ങനെ രാജുവേട്ടൻ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഞാനിങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നു. എനിക്ക് കണ്ടൻറ്റായി എന്നുള്ള രീതിയിൽ ഞാൻ ചിരിച്ചു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു ഒഫീഷ്യൽ കുറച്ച് ചെറിയ രീതിയിൽ കേട്ടോ, ആരും ബോറടിപ്പിക്കാൻ നിന്നിട്ടില്ല. വളരെ കുഞ്ഞി രീതിയിലാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞതും നിർത്തിയതും. കാരണം ഓണം സെലിബ്രേഷൻ്റെ സമയത്തും നമ്മളെ അച്ചീവ്മെൻറ്റ് നമ്മളെ സെയിൽസൊക്കെ പറഞ്ഞ് നിന്ന ഭ്രാന്താവില്ലേ ആൾക്കാർക്ക്. അപ്പോൾ അങ്ങനെയൊന്നല്ല, ചെറിയ രീതിയിൽ വളരെ സന്തോഷമായ രീതിയിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് നമ്മൾ ഏറ്റവും പ്രായം ചേർന്ന സ്റ്റാഫ് എന്നുള്ള രീതിയിൽ അവർക്കൊരു മുണ്ടൊക്കെ കൊടുത്തു. എല്ലാ കൊല്ലവും കൊടുക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ എവിടേക്ക് പോയി വെച്ചാൽ ഊണ് കഴിക്കാൻ പോയി. അപ്പോഴത്തേക്കും പൂവൊക്കെ ഇട്ട് കണ്ടോ നമ്മളിങ്ങനെ സുന്ദരികളായിട്ട്. നമ്മുടെ സ്റ്റാഫ് തന്നെ കേട്ടോ, ഞാനിങ്ങനെ ഇടാൻ കൂടിയെന്ന് മാത്രം ചെറുതായിട്ടൊക്കെ. ഫോർച്യൂൺ ഗ്രൂപ്പില്ലേ ഫോർച്യൂൺ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പൂവൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ സ്റ്റാഫിൻ്റെയൊക്കെ കുറേ എന്താ പറയുക അവരെ ഫോട്ടോ ഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. കുറേ ആൾക്കാർ കുറച്ച് കുഞ്ഞി ചെക്കന്മാർ ഒരു ഗ്രൂപ്പ് ഉണ്ടാവില്ലേ, അവരാണതൊക്കെ. അപ്പോൾ അവരെ ആ ഒരു ഗ്രൂപ്പിന് നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് അവരെടുക്കുന്നതൊക്കെ ഞാൻ നോക്കിയിട്ട് ഇവിടുന്ന് ഇങ്ങനെ മെല്ലെ ഫോട്ടോസ് എടുക്കുകയായിരുന്നു. അവരിങ്ങനെ പറയുന്നുണ്ട്, ചേച്ചി നാളെ വരൂല്ലേ, ഞങ്ങളൊക്കെ ഇപ്പോൾ ഫേമസ് ആവുമെന്നൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ രസമായിരുന്നു ഒക്കെ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ എല്ലാവരും ഊണ് കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. രണ്ടിതായിട്ട് ഞങ്ങൾ ഇരിക്കുകയാണ് ചെയ്തത്. ഞാൻ ആദ്യം തന്നെ പാഞ്ഞ് കയറി ലേഡീസ് സ്റ്റാഫിൻ്റെ കൂടെയൊക്കെ ഇരുന്നു. മോനെ ഇരുത്തി. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വേഗം പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ട്. നമ്മൾ പി സ്കൂളിൻ്റെ പ്രജിൻ്റെ ഇതിൽ ഒരു ഇൻ്റർവ്യൂ ഒരു ടീം ഒരു ചാനലുകാർ വന്നിട്ട് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ്. അപ്പോൾ രാജോട്ടൻ പാവം എനിക്ക് വേഗം ഒരു കാറും ഇതൊക്കെ അറേഞ്ച് ചെയ്തു തന്നു കേട്ടോ. എവിടെയാണെന്നറിയോ, കക്കോടിയാണോ ആ ഭാഗത്ത് എവിടെയോ ഒരു വീട്, ഒരു ഇല്ലം മാരത്തൊരു വീടിൻ്റെ മുന്നിൽ നിന്നാണ് ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ ചെയ്തിരുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചിലപ്പം, ഷോർട്ട് വീഡിയോസൊക്കെ ആയിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. അതിലും തലങ്ങും വിലങ്ങും ഒക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഞാൻ ആ ഇൻ്റർവ്യൂവിന് വേണ്ടിയിട്ട് പോകാൻ വേണ്ടിയിട്ട് വേഗം ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ അതിന് ശേഷമാണ് അവിടെ ഗെയിമും കാര്യങ്ങളും. അപ്പോൾ ആദ്യം ധ്യാൻ കുറേ ഓക്കെ ആയി പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് രാജുവേട്ടനും ധ്യാനും കൂടെ ചാലപ്പുറത്ത് ധ്യാനം ഇറക്കി കൊടുക്കുകയൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ വേഗം ഫുഡ് കഴിച്ചിട്ട് നേരെ എനിക്ക് രാജുവേട്ടൻ ഒരു കാർ അറേഞ്ച് ചെയ്തിട്ട് ഞാൻ നേരെ ഇവിടേക്ക് എത്തി. ഇതാണ് ഞങ്ങളുടെ ഷൂട്ടിംഗ് പ്ലേസ് ആയിരുന്നു കേട്ടോ അന്നത്തെ. അപ്പോൾ ഞാൻ കുറേ ഷോർട്ട് വീഡിയോസായിട്ടും എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് സംഭവം. അപ്പോൾ ഞാൻ എല്ലാവരും കൂടെ വെച്ചിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഗ്യാങ്ങായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഇങ്ങനെ തരുണി മണികളായിട്ടായിരുന്നു, സുന്ദരികളായിട്ടാണ് വന്നത്. സജിമോളുണ്ട്, ഐശ്വര്യയുണ്ട്, പ്രണതിയുണ്ട്, രേഷ്മ ഉണ്ട്, ലിതു ഉണ്ട്, റീതു ഉണ്ട്, ദിവ്യ ഉണ്ട്, അനക്കുണ്ട്, പിന്നെ എല്ലാവരും ഞാൻ പേര് പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. അങ്ങനെ എല്ലാവരും കൂടെ നമ്മൾ ഒരു ഇൻ്റർവ്യൂ. ഇതിന് മുന്നേ നമുക്കുണ്ടായിരുന്നു ആര്യയുണ്ട്, പ്രജിനുണ്ട്. നിങ്ങൾക്കത് അണ്ടർസ്റ്റുഡ് ആണല്ലോ. അപ്പോൾ പിന്നെ ആര്യയുണ്ട്. നമ്മളിപ്പോൾ എല്ലാ ഇൻ്റർവ്യൂവിലും നമ്മൾ ഇൻവൈറ്റ് ചെയ്തിട്ട് അവർ ഭാര്യയും ഭർത്താവും കൂടെ എന്നുള്ളതിൽ നമ്മളെയും ഉൾക്കൊള്ളിക്കുകയാണ്. എന്താ പറയുക, ഇങ്ങനെ പ്രജിൻ റീച്ച് ആവുന്നതിൻ്റെ കൂടെ ഞങ്ങളും ഒരു സപ്പോർട്ട് ഉണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ടും. അപ്പോൾ അതുകൊണ്ട് നമ്മളെയും അവർ എന്തായാലും വരണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ചെറിയൊരു കുഞ്ഞി സുന്ദരി ഇല്ലത്തന്നായിരുന്നു നമ്മളുടെ ഷൂട്ട്. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അതൊക്കെ ഭയങ്കര രസമുണ്ടായിരുന്നു. എല്ലാം നല്ല അവിടുന്ന് പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ചു. അവരെ വക ഫുഡൊക്കെ ഉണ്ടായിരുന്നു നമുക്ക് ആ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ സമയത്ത്. അപ്പോൾ ഞാൻ ഇവിടെ എല്ലാവരും ഇങ്ങനെ എടുക്കുമായിരുന്നു. ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. പിന്നെ അവർ നമ്മളോട് ഒരു ചെറിയ ഡാൻസൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതൊക്കെ ചെയ്തു. അത് പിന്നെ ഇങ്ങനെ ഇവരെ അറിയാമല്ലോ അല്ലേ, ഇയാളെ ഇതിൻ്റെ ഇടയിൽ കുറച്ചൊരു വൈറലായിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു നെഗറ്റീവ് ഇത് വന്നിട്ട് മൂപ്പര് ഭയങ്കരമായിട്ട് എയറിലായിരുന്നു കുറച്ച് കാലം. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു സാരമില്ല, എന്ത് ചെയ്യാൻ പറ്റും, ഒക്കെ എല്ലാം ഒരു വിധിയാണ്. അപ്പം നമ്മളിങ്ങനെ അതിൻ്റെ ഷൂട്ടാണ് കേട്ടോ. ഷൂട്ടിൻ്റെ ഇടയിൽ നിന്ന് ഞാനൊന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചു എന്ന് മാത്രം. അപ്പോൾ നമ്മളെ കൊണ്ട് ഇങ്ങനെ ഡാൻസൊക്കെ അവർ ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു, റീല് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ഓണം കളികളൊക്കെ ഉണ്ടായിരുന്നു. അതായത് ഉറിയടി ഉണ്ടായിരുന്നു. പിന്നെ വെള്ളത്തിൽ ബക്കറ്റിൽ ആപ്പിൾ ഇട്ടിട്ട്
അതിങ്ങനെ കടിച്ചെടുക്കണം. അതിന് ഞാൻ ഫസ്റ്റ് എനിക്ക് കിട്ടി, എന്താണെന്നറിയില്ല. പൊതുവേ ഞാൻ അങ്ങനത്തെ ഗെയിമിലൊക്കെ പൊട്ടാറാണ്. എനിക്ക് അങ്ങനത്തെ ഒരു സാമർത്ഥ്യം പൊതുവേ കുറവാണ്. ആൾക്കാരൊക്കെ നോക്കിക്കുമ്പോൾ ഒരു നാണമൊക്കെ വരില്ലേ, നമുക്ക് എനിക്ക് അങ്ങനത്തെ കുറച്ച് കൂടുതലുണ്ട്. ഡാൻസ് സ്റ്റേജ് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒന്നും തോന്നില്ല. കാരണം എന്താ വെച്ചാൽ ഓഡിയൻസിനെ ഞാൻ കാണൂല, അവിടെ ഒരു ഇരുട്ട് എന്തോ, എനിക്ക് സ്റ്റേജിൻ്റെ മേലെ ഡാൻസ് ചെയ്യാൻ എനിക്ക് പേടില്ല, ഒരു ടെൻഷൻ ഇതുവരെ ഇല്ല. പക്ഷെ ഇങ്ങനെ അല്ലാതെ നമ്മളിങ്ങനെ ആൾക്കാരിങ്ങനെ നോക്കിക്കുമ്പോൾ ഒരു ഗെയിമിലൊക്കെ ഏർപ്പെടുമ്പോൾ എനിക്ക് എവിടുന്നോ ഒരു നാണം വരിക, എന്താണെന്നറിയില്ല കൂട്ടരെ. അപ്പോൾ അങ്ങനെ, അപ്പോൾ എന്തായാലും അതിനെനിക്ക് ആദ്യമായിട്ട് ആപ്പിൾ കടിക്കാനുള്ള, ബക്കറ്റിൽ വീണ ആപ്പിളിനെ കടിച്ചെടുക്കാനുള്ള ഒരു മത്സരത്തിൽ എനിക്ക് ഫസ്റ്റ് കിട്ടി. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് ചെറിയൊരു റീലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അവർ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. നമ്മൾ ചെറിയ റീലൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഉറിയടി ഉണ്ടായിരുന്നു. ഞങ്ങൾ സജിമോള് വളരെ മനോഹരമായിട്ട് ഉറിയടിയിൽ കേമത്തി വിജയിച്ചു. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മുടെ വെള്ളിയാഴ്ച. അത് കഴിഞ്ഞ് പിറ്റേന്നാണ് നമുക്ക് ഉത്രാടം, പിറ്റേന്ന് തിരുവോണം. വെള്ളിയാഴ്ചയായിരുന്നു ഞങ്ങളുടെ ഓഫീസിലെ ഓണം സെലിബ്രേഷനും പിന്നെ അതേപോലെ തന്നെ നമ്മളിങ്ങനെ ഒരു ചെറിയൊരു ഇൻ്റർവ്യൂവും ഉണ്ടായിരുന്നു. സജിമോളാണ് ഇതിൽ വിജയിച്ചത്, കേമത്തി. അപ്പോൾ ഇതൊക്കെയായിരുന്നു കേട്ടോ. ആ ഒരു ദിവസം ഫുൾ ഞാൻ എൻഗേജ്ഡ് ആയിരുന്നു. ഭയങ്കര രസമായിരുന്നു. എന്തായാലും പറയാണ്ടിരിക്കാൻ പറ്റില്ല, മറക്കാൻ പറ്റാത്ത ഒരു സെലിബ്രേഷനോ കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. നമ്മളെ ലൈഫിൽ ഇനി എന്തൊക്കെയാണ് വരിക ഒന്നും അറിയില്ല. നമ്മൾ ഏത് രീതിയിലേക്കാണ് പോകുക, നമ്മളുടെ ഒരു അവസാനം എൻഡിങ് എന്തായിരിക്കും എന്നുള്ളത് നമുക്കറിയില്ലല്ലോ അല്ലേ. എന്തായാലും ഓരോ നിമിഷവും എല്ലാവരും ആഘോഷിക്കുക, സന്തോഷിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. ഇതൊക്കെ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ചിട്ട് കാണാം, എന്ത് ചെയ്യാൻ പറ്റും അല്ലേ. അപ്പോൾ എൻ്റെ ഒരു ദിവസത്തെ സെലിബ്രേഷൻ, ഓണത്തിൻ്റെ ഒരു സെലിബ്രേഷൻ ഇങ്ങനെയൊക്കെയായിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കൂ. ഇതൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. വീണ്ടും വീണ്ടും റിപ്പീറ്റേഷൻ വരുന്നു. അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ട്, ഒരു സെലിബ്രേഷൻ്റെ വീഡിയോ ആയിട്ട് പറന്ന് ഓടി ചാടി വരുന്നതായിരിക്കും. അപ്പം ടാറ്റാ, പോയിട്ട് വരാം കേട്ടോ.